ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എഗ്ഗ് പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിനെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതിനൊന്ന് വഴറ്റി ഒന്ന് എടുക്കാമേ. ഒത്തിരി അങ്ങ് വഴണ്ടിതാവേണ്ട കാര്യമില്ല. ഒരു 80% നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സവാളയിൽ നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വലുതും ആവരുത്, തീരെ ചെറുതും ആവരുത്. ഒരു ഇടത്തരം പരുവത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനോടൊപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ നിങ്ങൾക്കിത് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇടത്തരം തീയിലിട്ടിട്ട് വേവിക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കാണ്ട് തീരെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെയൊക്കെ ഇതിലോട്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാമേ. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തീരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ച് എടുക്കാനായിട്ട്. അടുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കനലിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ച് എടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഈ ഒരു രീതിയിൽ വേവിക്കുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഞാനൊന്ന് ഈ ഒരു പരുവത്തിൽ മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അടപ്പ് മാറ്റിയതാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലൊന്ന് വെന്തതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഇതിലൊന്ന് പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചത് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ, അപ്പത്തിനാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സിമ്പിൾ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എഗ് പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം. അപ്പോൾ നമ്മളെ മുട്ടയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശകലം ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് നമ്മളെ ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് കൊടുക്കണം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനാണെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.